ശ്രീ ടി കെ രാജ്മോഹൻ, ഇവിടെ തഹാവൂർ റാണ ഭാരതത്തിലെത്തുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളിലായിരിക്കുമല്ലോ ദേശീയ അന്വേഷണ ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, തഹാവൂർ റാണയും ലഷ്കർ ഇ തോയ്ബയുമായുള്ള ബന്ധം. 2, പാകിസ്ഥാന് മുംബൈ ഭീകരാക്രമണവുമായിട്ടുള്ള ബന്ധം. അതോടൊപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നാകണമല്ലോ അവരുടെ അന്വേഷണത്തിൻ്റെ മറ്റ് അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ NIA കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഇവിടെ അപ്പീലിനുള്ള ചില സാധ്യതകളുണ്ട് എന്നുള്ളത് നിയമവൃത്തങ്ങൾ പറയുന്നുണ്ട്. അത് നിയമപരമായി നൽകുന്ന മനുഷ്യാവകാശങ്ങളാണ്, അത് ലംഘിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അപ്പീലിലേക്ക് തഹാവൂർ റാണ മുതിരുകയാണെങ്കിൽ, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കുമൊക്കെ പോവുകയാണെങ്കിൽ, ഒരുപക്ഷെ നേരത്തെ നമ്മൾ US കോടതിയിലൊക്കെ കണ്ടതുപോലെ 2013 തുടങ്ങുന്ന നിയമപരമായ നടപടികൾ ഇത്രയധികം നീളുന്നത് പോലെ ഭാരതത്തിലും ഈ നിയമ നടപടികളും വിചാരണയും ഒക്കെ നീളാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജൂറിസ്പ്രുഡൻസ്, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അങ്ങനെയാണ്. നമ്മളെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് പ്രകാരമാണ് നമ്മുടെ ഈ കസബിനെ എത്രയോ കാലം നമ്മൾ പോറ്റി വളർത്തിയിട്ടാണ് ലാസ്റ്റിൽ ഹാങ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്രിമിനൽ സിസ്റ്റം അതാണ്. ആ സിസ്റ്റം ഫോളോസ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് എവിഡൻസുകളും വല്ല ലൂപ്പ് ഹോൾസും അല്ല ലൂസ് ഹെൻഡ്സും വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് എങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് അത് കൂടുതൽ വിവിധ തലങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ പ്രതി എന്ന് പറയുന്ന അയാൾ നിയമപരമായ അയാളുടെ എല്ലാ സൗകര്യങ്ങളും നോക്കുമായിരിക്കും, ഡെഫിനറ്റ്ലി. കാരണം അതിൻ്റെ ബാക്കപ്പ് ഉണ്ടാവും, നോക്കും. പക്ഷെ അതേസമയം തന്നെ ഈ പ്രതിയായി ബന്ധപ്പെട്ട് വല്ല ലൂസ് എൻഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ, സപ്പോസ് വല്ല സ്ലീപ്പർ സെൽസും ഇന്ത്യയിൽ സ്റ്റിൽ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ വല്ല ടാസ്ക് ഫൈനാൻസ് ആയിട്ട് വല്ല കാര്യങ്ങളും, വല്ല ഫൈനാൻഷ്യൽ അതിൻ്റെ വല്ല ആക്ടിവിറ്റീസും, ഫൈനാൻസിൻ്റെ വല്ല സോഴ്സോ, ടെറർ ഫണ്ടിങ് എവിടെയാണ് നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഡ്യൂ പ്രോസസ് ലോ നടക്കട്ടെ, അതൊരു പ്രശ്നമല്ല. കാരണം നമ്മുടെ അന്വേഷണ ഏജൻസി വളരെ എഫിഷ്യൻ്റാണ്, വളരെ വളരെ എജൈലാണ്. അവരെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റും. കാരണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആക്ട് പറയുന്ന ഒരുപാട് പവേഴ്സ് ഈ NIA കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ ക്രിമിനൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ക്രിമിനൽ ലോ പ്രാക്ടീസ് മാതിരി അല്ല, NIA ആക്ടിൽ ഒരുപാട് പവേഴ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വെൻ യു ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് UAPA കേസ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഈ അന്വേഷണ ഏജൻസിക്ക് ഒരുപാട് ബാക്കപ്പും ഒരുപാട് ലീഗലായിട്ടുള്ള ബാക്കപ്പ് ഉണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുമ്പോൾ നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് യാതൊരു വിഷമവും ഉണ്ടാവില്ല. നമ്മളെ ഈ ഏജൻസി NIA എന്ന് പറഞ്ഞ ഏജൻസി സ്പെഷ്യലൈസ്ഡ് ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും അതുമായി ബന്ധപ്പെട്ട ടെറർ ഫണ്ടിങ്ങും, ആ ടെറർ ഫണ്ടിങ്ങിന് ആരൊക്കെയാണ് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, എവിടെയാണ്, രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ വേൾഡിൻ്റെ ഏത് ഭാഗത്താണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണോ, ദുബായ് ആണോ, അല്ലെങ്കിൽ അബുദാബി ആണോ, അതല്ല വേറെ വല്ല കൺട്രി ആണോ, എവിടെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത്ര എജൈലാണ് നമ്മുടെ ഏജൻസി. അപ്പോൾ തീർച്ചയായിട്ടും ഈ തഹാവൂർ റാണ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ ലീഗൽ പ്രോസസ്സ് കൂടി മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അത് നമുക്കൊരു ഡ്രോബാക്ക് ആവാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം എഫിഷ്യൻ്റാണ് നമ്മൾ ഓർഗനൈസേഷൻ. അതുപോലെ ലീഗൽ ബാക്കപ്പ്, അപ്പോൾ എഫിഷ്യൻസിയും ലീഗൽ ബാക്കപ്പും നമുക്ക് നമ്മുടെ ഏജൻസിക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടും. ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ടെററിസ്റ്റുകളെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യണം. കാരണം നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അതിജീവിച്ച നാടാണ്. നമ്മളിതിൽ രാഷ്ട്രീയമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അതിനെ ബാധിക്കുന്നത്, അതായത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കതിൽ രാഷ്ട്രീയമില്ല, ആരുമില്ല. നമുക്കതിൽ നമ്മളെ ലീഡേഴ്സ് എല്ലാവരും ഉയർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ലീഡർഷിപ്പ് എല്ലാ കാലങ്ങളിലും നമുക്ക് പ്രൈം മിനിസ്റ്റർമാരുണ്ടായിട്ടുണ്ട്. എല്ലാ പ്രൈം മിനിസ്റ്റർമാരും എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദരണീയമായ പ്രൈം മിനിസ്റ്റർ മോദിജി അത് കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ലോകം മുന്നോട്ട് പോകും തോറും എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ നാടിൻ്റെ ത്രെട്ട്,
നമ്മുടെ ദേശത്തിനുള്ള ത്രെട്ട് അത് നമുക്ക് നമ്മളെ തന്നെ ജീവനോടുള്ള ത്രെട്ടാണ്. കാരണം നമുക്കിവിടെ സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ടാവണമെങ്കിൽ മന്ത്രിമാരുണ്ടാവണമെങ്കിൽ നമ്മുടെ രാജ്യം വേണം. ചിത്രം വരണമെങ്കിൽ ചുമര് വേണം. അതില്ലാതെ നമ്മളങ്ങനെ മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്സിൽ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആരാണ് ഭരിക്കുന്നത് ആ ഭരണാധികാരിയെ പ്രകീർത്തിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അന്വേഷണ ഏജൻസിക്ക് NIAക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഓർഗനൈസേഷനാണ്. 2008 കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് NIA ഫോം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കോൺഗ്രസിന്റെ ബേബി ഒന്നുമില്ല. അത് കൺട്രിയുടെ നമ്മുടെ രാജ്യത്തിന്റെ ബേബിയാണ്. അത് എഫിഷ്യൻ്റായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ദേശം മുന്നോട്ട് പോകുള്ളൂ. നമ്മളെ ദേശം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്കാരെന്നല്ല നമുക്കൊരു ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റും. ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയേണ്ട ധൈര്യവും ഒരു എല്ലാ കാര്യവും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ദേശം വേണം. അതിന് നമ്മുടെ NIAമാരിൽ ഓർഗനൈസേഷൻ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ദേശത്തെ കുറിച്ചിട്ട് പുകഴ്ത്തി പാടി നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം, ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത്ര ആത്മാഭിമാനത്തോട് പറയാൻ പറ്റുള്ളൂ. അതിന് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ ആ ഗവൺമെന്റ് ആരാണ് ലീഡ് ചെയ്യുന്നത് ആ ലീഡറെ നമ്മൾ നമിക്കുന്നത്, ആ ലീഡറെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പൊളിറ്റിക്സ് ദയവേത് കൊണ്ടുവരുത് എന്ന് വീണ്ടും എനിക്ക് പറയാൻ കാരണമുണ്ട്. കാരണം NIAമാർ ഓർഗനൈസേഷൻ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ നോക്കുന്നതാണ്. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടെററിസ്റ്റുകൾ പല നാട്ടുകളിലും ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ സിറ്റുവേഷൻ മോശമാണ്, പാകിസ്ഥാനിലെ സിറ്റുവേഷൻ പണ്ടേ മോശമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാലിദ്വീപിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലത്തും പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇനിയും അറ്റാക്ക് വരും. കാരണം നമ്മൾ വളർന്നു വരുന്ന ഒരു ജനസമൂഹമാണ്. നമ്മുടെ രാജ്യം ഉന്നതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉന്നതി ഇത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പല ആൾക്കാരുണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള അറ്റാക്ക് വരുമ്പോഴേ നമ്മുടെ ഏജൻസികളും നമ്മുടെ സൈന്യവും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ, നമ്മളതിൻ്റെ വില അത് നമുക്ക് എല്ലാവർക്കും കൊണ്ടുനടക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്.